ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിൻ്റെ ഒപ്പം നിങ്ങൾ കാണാത്തൊരു അതിഥിയാണ് റാഷിക മൂപ്പര. നിങ്ങളിവിടെ ഏകദേശം എത്ര വർഷമായി ചെക്കിലെത്തിയിട്ട്? 7 വർഷമായി. PR കിട്ടി. PR ഒക്കെ എല്ലാ ആളാണ്. ആള് ഇവിടെ ഫുൾ ടൈം ആയിട്ട് വേറെ വർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒപ്പം പാർട്ട് ടൈം ആയിട്ട് ഡെലിവറി ഓടുന്നുണ്ട്. നമ്മൾ ഫുഡോറയാണ് ഓടുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു ദിവസം ഏകദേശം 3 മണിക്കൂർ. എത്ര മണിക്കൂർ നിങ്ങൾ ഓടും പാർട്ട് ടൈം? ഒരു 3.5 മണിക്കൂർ. 3.5 മണിക്കൂർ ഓടുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഈ 3.5 മണിക്കൂർ കൊണ്ട് എത്ര എമൗണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കാര്യങ്ങൾ. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ്. ചിലപ്പോൾ ഇത് ലോങ് വീഡിയോ ആക്കിയിട്ട് അപ്പോൾ നമ്മൾ 1-2 പാർട്ടൊക്കെ ആയിട്ട് കട്ട് ചെയ്ത് തരുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ഓൾറെഡി പുള്ളിക്കാരൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങളെ യൂട്യൂബ് ചാനലിൻ്റെ പേരെന്ന് പറഞ്ഞെടുക്കും. എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് റാഷ് ഡ്രൈവ്. അവിടെ അടിയിൽ കൊടുക്കുക. എന്തായാലും പുള്ളിയുടെ ചാനലിൻ്റെ പേര് ലോഗിൻ ചെയ്ത് നമ്മൾ ഫുഡോറുടെ ആപ്പാണിത്. ഇതിൻ്റെ ഒന്ന് കാര്യം പറഞ്ഞു കൊടുക്കുക. എങ്ങനെയാണ് ഇത്? നമ്മൾ ഓരോ സെഷൻ അനുസരിച്ചിട്ടാണ് ടൈം ബുക്ക് ചെയ്യണം. ഇത്ര മണിക്കൂർ നമുക്ക് ഇഷ്ടമുള്ള സമയം. ഫുൾ ടൈം ഓർഡർ ആണെന്നുണ്ടെങ്കിൽ 10 മണിക്കൂറും 11 മണിക്കൂറൊക്കെ ആയിട്ട് ബുക്ക് ചെയ്യാം. പാർട്ട് ടൈം ഓർഡർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 1 മണിക്കൂർ, 2 മണിക്കൂർ, 3 മണിക്കൂർ മുതൽ 7 മണിക്കൂർ, അങ്ങനെ പല സമയത്തും ഇപ്പൊ പ്രാഗിനെ ഒരു 4 തിരിച്ചിട്ട് നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത് എന്നൊക്കെ പറഞ്ഞു. ഞാൻ എന്റെ അവിടെ, അതായത് നോർത്ത് സൈഡിലാണ്. പ്രാഗിന്റെ നോർത്ത്. അതെ, സെന്ററൊന്നും പെടില്ല. സെന്ററിലൊക്കെ പോകുമ്പോൾ ഭയങ്കര ട്രാഫിക്കും പാർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഞാൻ നോർത്ത് സൈഡിലാണ് മെയിൻ ആയിട്ട് പ്രിഫർ ചെയ്യുക. മുൻകൂട്ടി ബുക്ക് ചെയ്യണം തോന്നുന്നു അല്ലേ? ടൈമും സ്ഥലമൊക്കെ. അതെ, ഇത് ബുക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ബുധനാഴ്ചയും. ഇതില് പിന്നെ നന്നായിട്ട് ഓടുന്നവർക്ക് ഇതൊക്കെ ഉണ്ട് കേട്ടോ, ബാച്ച് ഉണ്ട്. ഫസ്റ്റ് ബാച്ച്, സെക്കൻഡ് ബാച്ച്, തേർഡ് ബാച്ച് പറഞ്ഞിട്ട്. ഞാന് സെക്കൻഡ് ബാച്ചിൽ എപ്പോഴും ഉണ്ടാവില്ല, ഞാൻ പാർട്ട് ടൈം ഓർഡർ ഉള്ളൂ. ഓൾറെഡി വേറെ വർക്ക് ചെയ്യുന്നുണ്ട്. വേറെ വർക്ക് നോർമൽ ചെയ്യും. അത് കഴിഞ്ഞ് വന്നിട്ട് ഫ്രീ സമയത്ത് ഓടും. നമുക്ക് ഏതിലാണ് ഏറ്റവും ബെറ്റർ? അതായത് കാറാണോ, ബൈക്കാണോ, സൈക്കിളോ? എങ്ങനെയാണ് ഏറ്റവും ബെറ്റർ? നിങ്ങള് ബെറ്റർ എല്ലതും ബെറ്റർ തന്നെയാണ്. കാറാകുമ്പോ അതിന്റെ എക്സ്പെൻസ് ഉണ്ടാവും. മറ്റേ ബൈക്ക് ആകുമ്പോ അതിന് എക്സ്പെൻസ് ഉണ്ട്, പക്ഷെ കുറച്ച് ഡേഞ്ചർ അവിടെ ഓടുമ്പോ. ട്രാംലൈനും കാര്യങ്ങളൊക്കെ ലൈസൻസും കാര്യങ്ങളൊക്കെ ഇവിടെ എല്ലാം ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ അതിന്റെ ആ പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല. അടുത്ത ഓർഡർ വന്നോ? ഇല്ല, വരില്ല. നമുക്കൊന്ന് കറങ്ങാം. ലോങ് ഓർഡർ ഫുള്ള് കിട്ടുക. ഫുഡോറ അതായിരിക്കും ഒന്നുകൂടി ബെറ്റർ അല്ലേ? ലോങ് ഓർഡർ തന്നെ. നമുക്ക് മൈലേജിന്റെ കാര്യങ്ങളായാലും എല്ലാം കൊണ്ട് അടിക്കല് ഫുൾ ടാങ്ക് അടിച്ച്, അതായത് 1300 ചക്രമാണ്. അതിനടിച്ചു കഴിഞ്ഞാൽ ഏകദേശം എത്ര? എനിക്ക് പാർട്ട് ടൈം വർക്ക് ചെയ്യുന്നോണ്ട് ഒരാഴ്ച കൂടും. ഒരാഴ്ച അതിന്റെ മേലോടും. ഇവിടെ ഡ്രൈവിംഗ് പഠിച്ചിട്ട് ലൈസൻസ് എടുക്കണായിരിക്കും ഏറ്റവും നല്ലത്. എന്നിട്ട് ഓർഡർ ഓർഡർ വന്നത് ഫസ്റ്റ് നമുക്ക് എത്ര രൂപയുടെ ഓർഡർ വന്നേ? ഒരു 96 ചക്രോ. 96 ചെക്രോൺസിന്റെ നമ്മൾ ജസ്റ്റ് ഇപ്പൊ ലോഗിൻ ചെയ്തിട്ടുള്ളൂ. അപ്പൊ തന്നെ നമുക്ക് ഒരു ഫസ്റ്റ് ഒരു ഓർഡർ വന്നു. നമ്മള് അക്സെപ്റ്റ് ചെയ്തില്ലേ? നിങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് ഇതിന്റെ കാര്യങ്ങൾ നാവിഗേഷൻ ഇട്ടു. നമ്മള് റൂട്ട് അതിൽ കാണിച്ചു. എത്ര ഡിസ്റ്റൻസ് ഉണ്ട്? അടുത്ത് തന്നെയാണ്. ഓക്കെ, അപ്പൊ ആള് അതിലിട്ടു. ഇനി നമ്മള് ആ സാധനം പിക്ക് ചെയ്യാൻ വേണ്ടി പോകണം. ഫസ്റ്റ് എത്തിയോ? പിക്ക് ചെയ്യുന്ന സ്ഥലം എത്തിയോ? അതിന്റെ സൈഡിലാണ്. അവിടെ ട്രാം ലൈൻ ഉള്ളതുകൊണ്ട് നമുക്ക് വണ്ടി അങ്ങോട്ട് കയറ്റാൻ പറ്റില്ല. അല്ലെങ്കിൽ കയറ്റി ഇടേണ്ടി വരും. നമ്മളൊന്ന് കീപ്പ് ചെയ്തിട്ട് എനിക്ക് അറിയുന്ന സ്ഥലം തന്നെ ആയതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ ഇടല്. സ്പോട്ടിലെത്തി. ഇതിൽ നമുക്ക് അറിയാൻ പറ്റും എങ്ങനെയാണ് അതിന്റെ കാര്യം. 8 മിനിറ്റ് കൊണ്ട് നമുക്ക് 8 മിനിറ്റ് കൊണ്ട് സാധനം റെഡി ആവും. നമ്മൾ പോയി നോക്കാം. ഓക്കെ ഗൈസ്, നമുക്ക് പോയി നോക്കാം. ഞാന് മറ്റേ ബാഗ് എടുക്കണം. അത് പിസ്സ ആണല്ലോ. പിസ്സ. അപ്പൊ വലിയ ബാഗ് എടുക്കണം. ഞാൻ ബോൾട്ടിന്റെ ബാഗ് എടുക്കണം. ബോൾട്ടിന്റെ. ഓക്കെ, അത് പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ? അതിന് പ്രശ്നമൊന്നുമില്ല. എനിക്ക് വേണമെങ്കിൽ വേറെ സാധനം കൂടി ചേർത്തോ. ഞാൻ മുന്നേ തോടിയിരുന്നു പറഞ്ഞിട്ട്. എങ്ങനെ? മുന്നേ തോടിയിരുന്നു ചേർത്താ മതി. അത് പ്രശ്നമല്ല. അപ്പൊ ഇനി ഇതുകൊണ്ട് അവിടെ പോവാ. അപ്പൊ ചിലപ്പോ പിസ്സ എടുക്കണ്ടാവും. പിസ്സ ഹട്ടിന്നാ കിട്ടിയിട്ടുള്ളത്. അപ്പൊ പിസ്സ ആയിരിക്കും. അപ്പൊ ഞാൻ വലിയ ബാഗ് എടുത്ത്. ഞാൻ അത് മുന്നേ ഓടിയിരുന്നു കേട്ടാ. ബോൾട്ട് നിങ്ങളെല്ലാം അത്യാവശ്യം എല്ലാം പരീക്ഷിച്ചു നോക്കി. അപ്പൊ ഈ ബോൾട്ട് ആണോ ഫുഡോറാണോ ബെറ്റർ? നിങ്ങളൊരു അത് ഫുഡോറാണെന്ന് നമുക്കൊരു ഷിഫ്റ്റ് എടുക്കണം. അപ്പൊ അത് നമുക്ക് ഓടാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യുമ്പോ ഷിഫ്റ്റ് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് നെഗറ്റീവ് മാർക്ക് വരും. ബോൾട്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോ വേണമെങ്കിലും ഓൺ ആക്കാം, എപ്പോ വേണമെങ്കിലും ഓഫ് ആക്കാം. പക്ഷെ ഫുഡോറിനൊക്കെയും പേയ്മെന്റ് കുറവാണ് ബോൾട്ട്. എനിക്കും തോന്നിയിട്ടുണ്ട് അങ്ങനെ എന്തൊക്കെ പ്രശ്നമുണ്ട്. ഇതാണ്. അപ്പൊ ഇനി പുള്ളി അതിനകത്ത് കയറി വന്നോളും. നമുക്ക് അതുവരെ വെയിറ്റ് ചെയ്യാം. 10 മിനിറ്റ്. സാധനം കിട്ടിയോ? കിട്ടി. ഓൾറെഡി മുന്നേ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവര് മാർക്ക് ചെയ്തിട്ടില്ല റെഡി എന്ന് പറഞ്ഞിട്ട്. അതിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മള് അത് കൺഫേം പിക്കപ്പ് കൊടുക്കും. ഓക്കെ, ഞാൻ കൊടുത്തോളൂ. കൺഫേം പിസ്സയാണ്, 2 പിസ്സ.
ഇനി നമുക്ക് സാധനം ഡെലിവറി ചെയ്യാൻ പോകാം. എത്ര ഡിസ്റ്റൻസ് ഉണ്ടെന്ന് കാണിച്ചാല് 4 കിലോമീറ്റർ. 4 കിലോമീറ്റർ. ഏകദേശം എത്ര ടൈം കൊണ്ട് എത്തും? 9 മിനിറ്റ്. 9 മിനിറ്റ്. ഇന്ന് ഇതല്ലേ വീക്കെൻഡ് ആവുകൊണ്ട് അല്ലേ? നമ്മൾ ശനിയാഴ്ചയാണ് ഓടുന്നത്. ഏകദേശം നടക്കാല ദൂരമുള്ളൂ. ഇവിടെ തന്നെ അല്ല ഇതന്നെയാണെന്ന് നോക്കാം നമുക്ക്. എന്താണ്? ഓക്കെ, സ്പോട്ട് എത്തി. സ്ഥലത്ത് ഏകദേശം 11. അതന്നെ നമുക്ക് വിളിക്കാം. ആ നമ്പറിലാണ് വരും. എടുത്തിട്ടുണ്ട്. Fedora Yogi K Nestle. എന്താ പറഞ്ഞേ? ഫുഡോറ എന്ന് പറഞ്ഞു. ഓക്കെ, ഫുഡോറ ഓൾറെഡി ബുക്ക് ചെയ്തല്ലേ, അവർക്ക് മനസ്സിലാവും. കൊടുത്തിട്ട് വരാം. ഓക്കെ. Dobry dzień. ഗേറ്റ് തുറന്നു കൊടുത്തു. Dziękuję Nestle. Dziękuję moc. Nestle. ഇത്രേ ഉള്ളൂ പരിപാടി. എത്ര ടിപ്പ് കിട്ടി? ടിപ്പിട്ടി 50 ക്രോൺ. 50 ക്രോൺസ്. അപ്പോൾ 90 എത്ര? 93 ക്രോൺസിന്റെ ഓട്ടം 50 ക്രോൺസ്. അപ്പോൾ ഏകദേശം 50. ഏകദേശം എത്ര ടൈം കൊണ്ട് പോയി ഡെലിവറി ചെയ്തു? ഒരു 10-20 മിനിറ്റിന്റെ ഉള്ളിൽ. 20 മിനിറ്റിന്റെ ഉള്ളിൽ ഒരു ഡെലിവറി ചെയ്തു. നമ്മളെ സെക്കൻഡ് ഓർഡർ വന്നു. ഒരു മാളിന്റെ അകത്താണ് ഓർഡർ എന്ന് പറഞ്ഞത്. എത്ര 100 എത്ര ക്രോൺസ് ആണ് പറഞ്ഞത്? 149 ക്രോൺസിന്റെ ഓർഡർ ആണ്. അപ്പൊ നമ്മളത് പിക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇതാണ് മാളിലാണ് സെക്കൻഡ് ഡെലിവറി വന്നിട്ടാണ്. നമുക്ക് 3-4 ഷോപ്പിലാകണം അല്ലേ? ഫുഡ് കോർട്ടിലായിരിക്കും. ഫുഡ് കോർട്ടിലാ നമ്മള് മാളിന്റെ അകത്ത് കയറാണ്. നമുക്ക് ഇങ്ങനെ തിരിയാനേ നേരം. അപ്പൊ നമ്മളെ സാധനം എടുത്തു. സെക്കൻഡ് ഓർഡറിന്റെ സാധനം എടുത്ത് നമ്മൾ നേരെ 149 ക്രോൺസിന്റെ ഓർഡറാണിത്. അതിൽ പ്ലസ് ടിപ്പും കൂടി കൂട്ടിയിട്ടാണ് 149. ഏകദേശം 6-7 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് നമ്മളെ ഡെലിവറി പോയിന്റ്. 1000 ക്രോൺസ് അടിക്കോ? ചാൻസ് ഉണ്ട്. 3 മണിക്കൂർ കൊണ്ട് 3.25 മണിക്കൂർ കൊണ്ട് 1000 അടിക്കും. അതാണ് നമ്മളെ മിഷൻ. അതാണ് നമ്മളത്. മിഷൻ അതാണ്. 7.8 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. 14 മിനിറ്റ്. ഇവിടെ ഫുഡ് ഡെലിവറി ചെയ്യണത് മൊത്തം ഇങ്ങനത്തെ കാറുകളായിരിക്കും. ചെറിയ വണ്ടി, ചെറുവണ്ടികളൊക്കെ നല്ല പാർക്ക് ചെയ്യാനൊക്കെ ഭയങ്കര ഇതാണ്. ചെറുവണ്ടികളാണ് മൊത്തം. നോർമൽ വർക്ക് നമുക്ക് ആ കിട്ടുന്ന എമൗണ്ട് നമുക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് പിന്നെ വേറെ വർക്കിന്റെ ആവശ്യമില്ല. എന്താണ് ഈ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി മുതലാക്കാൻ പിന്നെ ഇത് കിട്ടിന്ന് വരില്ല. അപ്പൊ നമുക്ക് സൈക്കിളിൽ ഒരു സംഭവമാണ്. വോൾട്ടിലാണ് ഓടുന്നത്. ഫുഡ് ബാക്കിലല്ലോ വെച്ച്. ഫുഡ് ബാക്കിൽ നമ്മള് അടുത്ത സ്പോട്ടിലെത്തി. സാധനം പിക്ക് ചെയ്ത്. അയ്യോ സോറി. അടുത്ത ഓർഡർ വന്നുണ്ട്. അടുത്ത ഓർഡർ വന്നോ? അടുത്ത ഓർഡർ വന്നു. ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ടാ. അക്സെപ്റ്റ് ചെയ്തോ? എത്രന്റെ ഓർഡർ? 120. ഓർഡർ ഇവിടെ തന്നെയെന്ന് തോന്നുന്നുണ്ട്. കൊണ്ടുകൊടുക്കാനുള്ളത് ദൈവമേ ചെർണി മോസ്റ്റ്. അതെ, അക്സെപ്റ്റ് ചെയ്തു. 120 അല്ലേ? അത് ഓൾറെഡി വന്ന് എടുക്കണ്ടായിരുന്നു. അത് നേരെ അക്സെപ്റ്റ് ചെയ്താൽ മതി. ഓർഡർ ഇങ്ങനെ വന്നുകൊണ്ട് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. പിന്നെ വർക്കൊക്കെ കഴിയുമ്പോഴും നമ്മളൊന്ന് ഇറങ്ങുള്ളൂ, നമ്മള് അറിയുള്ളൂ. അപ്പൊ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. ഇതൊരു മൂഡിലുണ്ട് പോയിന്നുണ്ടായാലും നല്ല സുഖമാണ്. നല്ലൊരു ത്രില്ലിൽ അങ്ങനെ പോയിക്കോളും. ഇടയ്ക്ക് ഇങ്ങനെ ഇതായിന്നുണ്ടായാലും നമ്മളെ മനസ്സും മാറും. ഇടയ്ക്ക് വള്ളികളൊക്കെ വരും. അതെ. അല്ല ഇങ്ങനെ ഓർഡർ ഇല്ലാണ്ടായിന്നുണ്ടെങ്കിൽ നമ്മൾക്കൊരു മടുപ്പ് ചിലപ്പോ. ഇതിപ്പോ നമ്മളിപ്പോ 3ാമത്തെ ഓർഡർ. ഇപ്പൊ ഏകദേശം 1 മണിക്കൂർ 1.5 മണിക്കൂറായോ? 1.5 മണിക്കൂറായിട്ടില്ല. 6:30 സ്റ്റാർട്ട്. 1 മണിക്കൂറിനുള്ളിൽ നമ്മൾ 3 ഓർഡർ എടുത്ത് ഏകദേശം ഒരു 3ാമത്തെ ഓർഡർ എടുക്കാൻ പോകണം. അത് കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേന് ഇങ്ങനെ ഒരു 1.5 മണിക്കൂറാവും മൊത്തത്തിൽ ടോട്ടൽ അല്ലേ? ടോട്ടൽ 1.5 ആവില്ല, അതിന്റെ മുന്നേ തീരും. ഏകദേശം ഫുഡ് ആവണ പോലെ 300 റൗണ്ട്സ്. 300 ഒന്നുമല്ല. എത്ര റൗണ്ട്സ് കയറി? ഇപ്പൊ 3 ഓർഡർ കംപ്ലീറ്റ് ചെയ്തു. ആദ്യത്തെ 90, പിന്നെ ഒരു 50 കിട്ടില്ല നമുക്ക്. പിന്നെ 149 കയറി. അപ്പൊ തന്നെ 300, 400 കേസിൽ എടുത്തേക്കാണ്. 400 റൗണ്ട്സിന്റെ അടുത്താവാനായി. 3 ഓർഡർ കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേന് അല്ലേ? ഏകദേശം 1.5 മണിക്കൂർ ടൈം. അപ്പൊ ഏകദേശം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഇതേ പോക്ക് ഒരു 12 മണിക്കൂർ പോയി കഴിഞ്ഞാൽ
ഏകദേശം 2500-3000 ക്രൗൺസിന്റെ എന്തായാലും ആ റേഞ്ചിലെത്തും. അത് ഇൻറ്റു 3.6 or 7 ഡിപ്പെൻസ് ആണ് അത് ഒരു ദിവസം. അപ്പോൾ എത്ര എമൗണ്ട് വരുന്നു കൂട്ടുക, അതേ ഇൻറ്റു 30 ദിവസം കൂട്ടി കഴിഞ്ഞാൽ എത്ര വരും നോക്കുക. അപ്പൊ ഏകദേശം നമ്മൾ പറഞ്ഞ ആ എമൗണ്ടിന്റെ അടുത്ത് വരും. ഇത് ഇൻകം മാത്രമാണ്. ഇതിലെ എക്സ്പെൻസസ് ഇനി പറയാം. എക്സ്പെൻസ് പെട്രോള് പോകും, അതുപോലെ നമ്മളെ വണ്ടിയുടെ മെയിൻ്റെനൻസ് വേറെ, പിന്നെ അതേപോലെ നമ്മളെ എന്താ റെന്റിന്റെ സ്വന്തം വണ്ടിയാണെങ്കിൽ അങ്ങനെ പറഞ്ഞ്, പിന്നെ പേഴ്സണൽ എക്സ്പെൻസ്, റെന്റ്, അതായത് റൂം റെന്റ്, കാര്യങ്ങൾ, ഫുഡ് എക്സ്പെൻസ്, അതിൻ്റെതായ അങ്ങനത്തെ സംഭവങ്ങള്, നെറ്റ് കാര്യങ്ങളും എല്ലാം ഈ എമൗണ്ടിൽ നിന്ന് ലെസ് ആവും. അപ്പോ ഏകദേശം ബാക്കി എത്ര എമൗണ്ട് ഉണ്ടാവും നിങ്ങൾ ഏകദേശം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഏകദേശം ചെയ്താലും ഒരു 2 ലക്ഷം ചെയ്താല് ഒരു 60% നമുക്ക് ചിലപ്പോ സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ 2 ലക്ഷം രൂപ ഏകദേശം നിങ്ങള് ഇൻകം നമുക്ക് കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 40%, അതായത് ഏകദേശം ഒരു 80,000 എക്സ്പെൻസ് ആയിട്ട് പോകും നമുക്ക്. എങ്ങനെയായാലും എക്സ്പെൻസ് ആയി നമ്മള് ജസ്റ്റ് ചിന്തിക്കണം, മാസത്തിൽ 30 ദിവസം വർക്ക് ചെയ്യണം. 30 ദിവസം വർക്ക് ചെയ്താലുള്ള ഈ ഒരു എമൗണ്ടിലേക്ക് എത്താൻ പറ്റുക. ആ എമൗണ്ട് ചില മാസത്തിൽ നമുക്ക് കൂടി കിട്ടാം. ചിലപ്പോൾ നമ്മൾ ചില ദിവസങ്ങൾ വർക്കിന് പോകില്ല, അപ്പോഴൊക്കെ ഈ എമൗണ്ടിൽ കുറവാകും കൂടും, ഡിപ്പെൻസ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഫുഡോറയുടെ ഒരു ചിലപ്പോൾ വീഡിയോ കുറേ ലോങ് ആയി, അതാണ് 2 പാർട്ടൊക്കെ ആയിട്ട് ഇട്ടത്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ഫുഡോറ ഓടുന്ന അതായത് ഫുഡ് ഡെലിവറി ഓടുന്ന ഒരാളെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടോ? കൂടുതൽ കഷ്ടപ്പെട്ട പൈസ കിട്ടും, കഷ്ടപ്പെട്ട പൈസ ഉണ്ടാക്കാൻ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ മടി പിടിച്ചു കഴിഞ്ഞാൽ മടി പിടിച്ചിരിക്കേണ്ടി വരും, വെറുതെ ഇരിക്കേണ്ടി വരും. അപ്പൊ നമ്മളൊക്കെ അവസ്ഥയാവും മടി പിടിച്ചു കഴിഞ്ഞാൽ. അപ്പോ ഇങ്ങനെയൊക്കെയാണ് ഫുഡോടെ കാര്യങ്ങൾ. അപ്പൊ ഇനി കൂടുതൽ ഞാൻ പുള്ളിക്കാരന്റെ യൂട്യൂബ് അക്കൗണ്ടും ഇതിൽ കൊടുക്കാം, അതേപോലെ ആളുടെ ഇൻസ്റ്റാഗ്രാം ID കൊടുക്കാം. നമ്മളെ മെസ്സേജ് അയച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ പുള്ളിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കുക കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പുള്ളി റിപ്ലൈ ആവുന്ന പോലെ റിപ്ലൈ തരുന്നതായിരിക്കും. ഉറപ്പൊന്നും പറയുന്നില്ല, ആള് മൂടനുസരിച്ചിട്ടൊക്കെ റിപ്ലൈ തരും. അങ്ങനെയൊക്കെയാണ് അപ്പൊ കാര്യങ്ങൾ. മാക്സിമം ശ്രമിക്കാന്ന്. പുള്ളി ഏകദേശം 8 വർഷമായി ചെക്കില്, പ്രാഗില് അല്ലേ 7 വർഷം. ചെക്കില് 7 വർഷമായി. അപ്പൊ അതിൻ്റെതായ കുറച്ച് എക്സ്പീരിയൻസും കാര്യങ്ങളും പുള്ളിക്ക് ഉണ്ടാവും. അപ്പൊ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വേറെ വെറൈറ്റി കണ്ടന്റ് ആയിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും കണ്ടന്റ് ഒക്കെ ആയിട്ട് വരാം അല്ലേ. അത് ഈ ഫുഡോറിന്റെ അല്ലാണ്ട് വേറെ എന്തൊക്കെ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും, അങ്ങനെ ഇങ്ങനെയൊക്കെ. പുള്ളിക്കാരൻ എടുത്തൊരു എക്സ്പീരിയൻസ് ഉള്ള ആളാവുകൊണ്ട് കുറെ ഐഡിയകൾ ഉണ്ടാവും പുള്ളിയുടെ കയ്യിൽ. നമുക്ക് ആ സംഭവങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പൊ അതുവരെ ഞാൻ ജസ്റ്റ് ഒരു 2-3 ഡെലിവറിയുടെ വീഡിയോകൾ എടുത്തിട്ട് ഇതാണ് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നടക്കും. ഇതാണ് ഇതിന്റെ സംഭവം. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ഗുഡ് ബൈ. ബൈ. ഓക്കെ.